ഹായ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് രാത്രി വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങുകയും രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും ബാധകമാണ്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം രാത്രി ലേറ്റായിട്ട് ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന മെലൻടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമുക്ക് രാത്രിയാകുമ്പോൾ ഉറക്കം വരാനായിട്ട് അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന ഹോർമോൺ. അപ്പോൾ രാത്രി ലേറ്റായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് മേ ബി മൊബൈലൊക്കെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഈ ഒരു മെലൻടോണിൻ്റെ റിലീസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മെലൻടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ട് ശരീരത്തിന് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും അവിടെ ഇല്ലാതായി പോവുകയാണ്. അതായത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ റിലീസ്, അതേപോലെ തന്നെ ബ്രെയിൻ സെൽസിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മെലൻടോണിനാണ്. അപ്പോൾ അതോട് അനുബന്ധപ്പെട്ട് ഉള്ള എന്താ പറയുക ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് അതുപോലെയുള്ള പല കാര്യങ്ങളും സംഭവിക്കും. അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ഇമോഷണൽ ഹെൽത്തിനെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതോടൊപ്പം തന്നെ രാത്രി ലേറ്റായിട്ട് ഉറങ്ങുമ്പോൾ ഈ മെലൻടോണിൻ്റെ റിലീസ് കുറയുന്നതിൻ്റെ കൂടെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കണ്ടമാനം കൂടി വരികയും ചെയ്യും. അപ്പോൾ രാത്രി ലേറ്റായിട്ട് കിടക്കുമ്പോൾ അതേപോലെ രാവിലെ നമ്മൾ നേരത്തെ എണീക്കാനായിട്ട് അല്ലെങ്കിൽ രാവിലെ നമ്മൾ എണീക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരീരത്തിൽ ഈ ഒരു കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോണാണ്. കാരണം രാവിലെ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എണീക്കാനായിട്ടുള്ളൊരു ഉള്ളിൽ നിന്നുള്ളൊരു ഒരു പ്രേരണ വരുന്നുണ്ട്, ഒരു അർജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ എണീക്കുന്നത്. അത് ഈ ഒരു സ്ട്രെസ് ഹോർമോണിൻ്റെ റിലീസ് കൊണ്ടാണ്. അപ്പോൾ ഈ ലേറ്റായിട്ട് ഉറങ്ങുകയും കൂടി ചെയ്യുമ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ സ്ട്രെസ് ഹോർമോൺ കണ്ടമാനം ശരീരത്തിൽ കൂടും. ഈ സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ആളുകൾ പലതരത്തിലുള്ള അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ മൊബൈൽ ഫോണിൻ്റെ യൂസേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ യൂസേജ് അതേപോലുള്ള കാര്യങ്ങൾ, മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഒരുപക്ഷെ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്മോക്കിംഗ് അതേപോലുള്ള കാര്യങ്ങൾ, ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണെങ്കിലും ഒരുപാട് നാൾ ഈ ഒരു ശീലം തന്നെ കണ്ടിന്യൂസ് ആയിക്കഴിഞ്ഞാൽ രാത്രി ലേറ്റായിട്ട് കിടന്ന് ഉറങ്ങുന്നു, രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ഒരു ശീലം തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നമ്മുടെ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പഠനത്തിൽ നിന്നോ വരുന്ന സ്ട്രെസ്സാണെന്ന് ചിന്തിച്ച് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനിലേക്ക് ഈ സ്ട്രെസ്സിൽ നിന്ന് മാറാൻ വേണ്ടി ഒരു അഡിക്ഷനിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്ക് വരുന്ന സ്ട്രെസ്സ് 1 out of 10 ഒരു 2 ആണെങ്കിൽ ഈ ഒരു ഹാബിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ട്രെസ് ഹോർമോൺ മേ ബി 1 out of 6 അല്ലെങ്കിൽ 1 out of 7 ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ റീസൺ തിരിച്ചറിയാത്തിടത്തോളം നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ നമ്മുടെ പഠനത്തിൻ്റെ ബേർഡൻ കൊണ്ടാണ് കുട്ടികൾക്ക് ഈ സ്ട്രെസ് എന്ന് ചിന്തിക്കും. അതേപോലെ വലിയ ആൾക്കാരാണെങ്കിൽ ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് സ്ട്രെസ് എന്ന് ചിന്തിച്ച് അവർ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടാതെ മേ ബി പലതരത്തിലുള്ള അഡിക്റ്റീവ് ബിഹേവിയറിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാബിറ്റ് ഏർലി ടു ബെഡ് ഏർലി ടു മോർണിംഗ് വളരെയധികം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്.